എന്തെന്നാടേ ഇത്? സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അപരാധത്തിൻ്റെ കഥകളല്ലാതെ മറ്റൊന്നുമില്ല. AMMA, അതായത് നമ്മുടെ അമ്മ സംഘടന, ഈ സ്ത്രീകൾ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ലാലേട്ടനും ഇടവേള ബാബു ഒക്കെ അങ്ങോട്ട് മാറി ഇവരുടെ കയ്യിലോട്ട് അങ്ങ് കൊടുത്തു. ശ്വേതാ മേനോൻ, പിന്നെ പോരാത്തതിന് ടിനി ടോം എന്ന് പറയുന്ന ഒരു കൃമികീടം. സത്യത്തിൽ ഇവൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളും ഇവന്റെ കോമഡികളൊക്കെ ഒരു 2 മണിക്കൂർ അടച്ചിട്ടൊരു മുറിയിൽ ഇവനെ തന്നെ ഇരുത്തി കാണിച്ചാൽ ഇവൻ തലതല്ലിച്ചാകും. അമ്മാതിരി ഒരുമാതിരി കോപ്രായം കാണിക്കുന്ന ഇവൻ എന്ത് അഭിനയമാണ് സിനിമയ്ക്കകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ മൂടും ഒക്കെ താങ്ങി ഇവൻ ഈ ഒരു സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം അൻസിബയ്ക്കെതിരെയാണല്ലോ ഇവരെല്ലാം രംഗത്ത് വരുന്നത്. നമ്മുടെ ശാന്തിയുള്ള ദിനേശൻ ചേട്ടനില്ലേ, ഇവനെ വിളിച്ച പേരെന്താണെന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? അത് നിങ്ങളൊന്ന് കേൾക്കണം. ഒരു മാസ് വീഡിയോ വന്നിട്ട് ഇങ്ങനെ വേണം ഇവരെ പോലുള്ളവർക്ക് മറുപടി കൊടുക്കാൻ. സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ നേരാവണ്ണം നന്നാക്കാൻ അറിയാൻ പായത്ത് ഇവരൊക്കെ ഈ പൊതുസമൂഹത്തിൽ വന്നിട്ട് സ്ത്രീകളെ കുറിച്ചിട്ട് ഇമ്മാരി തോന്നിയാസം പറയുമ്പോഴത്തേക്ക് അതിന് ഇതല്ലേ നല്ല മറുപടി? അപ്പോൾ ആ മറുപടി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടോ. അൻസിബ എന്ന ഈ ഭരണക്കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തെരഞ്ഞെടുത്ത കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാ ഫോണിലുണ്ട്. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ്. ഇവനൊക്കെയാണ് അൻസിബയെ വിമർശിക്കുന്നത്. ചാരിത്രശുദ്ധിയുള്ള ഒരു നായികയെ കണ്ടാൽ ഞാൻ അവരുടെ കാലിൽ തൊട്ട് തൊഴും എന്ന് സിനിമാ മാസികയുടെ ചോദ്യോത്തര പങ്ക്തിയിൽ എഴുതിയ ശിവകുമാരൻ തമ്പിയുമാണ് ഞാൻ അൻസിബയെ ഒരു മഹാൻ അവിഹിതകാരി എന്ന് വിളിച്ചപ്പോൾ ഓർത്തത്. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ഒരു പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അവിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എന്റെ പക്ഷം. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. അല്ലെങ്കിൽ പറയുന്നവൻ മാന്യനായിരിക്കണം. ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ഒരു പെൺകുട്ടിയെ അവിഹിതകാരിയെന്നും ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിന്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയും. എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിനി ടോം, മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിനി ടോമിനെ വിളിച്ചത്. ഈ അടുത്ത കാലത്താണല്ലോ ടിനി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന്. എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചോണ്ടിരിക്കും. അന്ന് പ്രേം നസീർ ട്രസ്റ്റിന് മുന്നിൽ ടിനി ടോമിനെ ഹാജരാക്കി സമസ്താപരാധം മാപ്പ് പറയിച്ച് ഊരിക്കൊണ്ടുപോയത് ഈ പറഞ്ഞ അൻസിബയായിരുന്നു. എനിക്കൊന്നും അറിയില്ല, ഓർമ്മശക്തി കുറയും, പ്രായമായവരല്ലേ. വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാ. ആ ഒരു ബോധം പോലും ഇല്ലാതായി പോയി ടിനി ടോമിന് എന്ന് പറയാം. മോശമായി പോയി ടിനി നിങ്ങളുടെ നീക്കം എന്ന് എനിക്ക് പറയാം. പോയി ചത്തുടടാ. നീന കുറിപ്പിനെ വേദിയിലിട്ട് തല്ലാൻ പോയത്ര ടിനി. ആരാ എറണാകുളത്തെ വൈറ്റിലെ ഗുണ്ടയോ ഈ ആരെയും തല്ലും ആരെയും ചീത്ത വിളിക്കുമെന്ന് പറയാൻ? അതന്നത്തെ ചോരത്തിളപ്പിന് ആണോ? ടിനി, നീ ഒരു ആണാണെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ നാണം കെട്ട പണികൾക്ക് പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കായും ലാലേട്ടനും അതുപോലെ എത്രയോ നല്ല നല്ല പ്രഗത്ഭരായിട്ടുള്ള നടന്മാരൊക്കെ നിൽക്കുന്ന ഒരു സംഘടനയാണ് അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന. ഇപ്പം ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന മാറ്റിയിട്ട് വല്ല വെടിപ്പുരയെന്നോ പടക്കപ്പുരയെന്നൊക്കെ ഇടുന്നതാണെന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായമല്ല, ജനങ്ങൾ പറയുന്നതാണ് കേട്ടോ. ഈ ടോം എന്ന് പറയുന്നവൻ ഏറി തന്നെയാണ്, താഴോട്ട് ഇറങ്ങിയിട്ടില്ല. അൻസിബയെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് സ്വന്തം കുടുംബത്തെ, സ്വന്തം മക്കളെ നന്നായിക്കൂടെ വേണ്ടേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഗുണവതാരം പറയാനായിട്ട് അല്ലേ? ഇപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാം. ഈ പറയുന്നവന്റെ മകൻ ഒരു ഫ്ലാറ്റിന്റെ വാതിക്കൽ വന്നിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള വീരകൃത്യങ്ങൾ ഇവന്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ കഞ്ചാവ് കേസിലോ അങ്ങനെ എന്തോ പിടിക്കപ്പെട്ടു എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലേ? തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ അപാര തൊലിക്കട്ടി തന്നെയാണ്. എന്തായാലും ശാന്തിയുള്ള ദിനേശം കൊടുത്തിട്ടുള്ള ഈ മറുപടി ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. മാസ്. ഇവനെ പോലുള്ള ആ പറഞ്ഞ സാധനത്തിനൊക്കെ ഇങ്ങനെ തന്നെ വേണം മറുപടി കൊടുക്കാൻ. ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കൽ എല്ലാവർക്കും